വി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നുണജാഥയുടെ ഇന്നലത്തെ നുണയായിരുന്നു അത്. അതാണ് ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടത്. വേറെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും വ്യക്തമായിട്ട് ധാരണയുള്ളതാണ്, കണ്ടതാണ്. യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലോകോത്തരമായ രീതിയിൽ ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ കേരളത്തിന്റെ സംഭാവന നമുക്കെല്ലാം അറിയുന്നതുപോലെ ജനകീയമായ രൂപത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആരോഗ്യ മേഖല തന്നെയാണ്. അത് കേവലമായ താഴെ തലത്തിലുള്ള ചികിത്സ മാത്രമല്ല, അവയവദാന ശസ്ത്രക്രിയ പോലും നടത്താൻ സാധിക്കുന്ന ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളുള്ള രാജ്യത്തെ ഏക സംസ്ഥാനം കേരളം. എല്ലാ തരത്തിലും ലോകോത്തരമായ രീതിയിലാണ് കേരളം ആ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ വളർന്നു വന്നത്. ആ വളർന്ന ഏറ്റവും ശ്രദ്ധേയമായ ആ മേഖലയെ തകർക്കാൻ ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന വിഭാഗം കോർപ്പറേറ്റുകൾ നമ്മുടെ ആശുപത്രികൾ മുഴുവൻ ഇപ്പോഴും വാങ്ങിക്കൂട്ടുകയാണ്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും അതുപോലെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികൾ, അങ്ങനെയാണെന്ന് നമ്മൾ കരുതുന്നത്, നമ്മളെ കാണുന്ന പ്രൈവറ്റ് ആശുപത്രികളെ മുഴുവൻ വലിയ മൂലധന നിക്ഷേപത്തോടുകൂടി അവർ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാങ്ങുന്ന ലോബിക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഒരു വലിയ വിഭാഗം ഗവൺമെന്റ് ആശുപത്രിക്കെതിരായിട്ടും ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഈ ജനകീയ ആരോഗ്യ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയും ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ സംവിധാനമാകുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. അതില്ലാന്നൊന്നും നമ്മളാരും പറയുന്നില്ല. അതുണ്ടെങ്കിൽ പരിഹരിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയുള്ളൂ. അതിനെ കേന്ദ്രീകരിച്ച്, അതിനെ പർവ്വതീകരിച്ച് ഏറ്റവും വലിയ രീതിയിൽ അവതരിപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ആകെ അവതാളത്തിലാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം കനകോലു സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഏറ്റവും ശ്രദ്ധേയമായത് എന്തിനാണോ അതിനെ നിഷേധിക്കുക എന്നുള്ളതാണ് UDF എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാനാവും. ജനങ്ങൾ ഫലപ്രദമായിട്ട് അത് മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, വീണ ജോർജിന്റെ വീട് ആക്രമിച്ചു. വീടിന് നേരെ ആക്രമണം നടത്തി അവസാനം യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഔദ്യോഗികമായിട്ട് യൂത്ത് കോൺഗ്രസ് റീത്ത് വെച്ചു. പല സ്ഥലത്തൊക്കെ റീത്തൊക്കെ രാത്രിയൊക്കെ ആരൊക്കെ കൊണ്ടുവച്ച ചിത്രം കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഔദ്യോഗികമായിട്ട് റീത്ത് വെച്ചു. ആ റീത്ത് വെച്ച വിഭാഗം തന്നെയാണ് കണ്ണൂരിലെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 3:15 ഇന്നലെ കടന്നാക്രമിക്കുന്നത്. ഒളിഞ്ഞിരുന്നിട്ടാണ്. അവിടെ ഒരു പരിപാടിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ വേറെ പരിപാടിയില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു പോകുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല. അവിടെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ബോധപൂർവം കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടപ്പോൾ നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിട്ടുള്ളത്. UDF എല്ലാ സന്ദർഭത്തിലും നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗീബൽസൺ സിദ്ധാന്തത്തിന്റെ അനുയായികളായിട്ട് വി സതീശനാണ് കേരളത്തിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ജാഥ മുഴുവൻ നുണ പറയാനാണ്. ഒരു സംശയവും വേണ്ട. അല്ല, അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടല്ലോ. പ്രതിഷേധിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പ്രതിഷേധിച്ചില്ലേ? അവരും പ്രതിഷേധിക്കുന്നത് ഇപ്പം എന്താ? ജനാധിപത്യ സമൂഹത്തിൽ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവമേയില്ല ഇവിടെ. അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഫലപ്രദമായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രമേ ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയൂ.